Hi everyone, good morning. Welcome back to our next SS class. Last day we started one chapter from your geography. What's the chapter? The life in tropical and subtropical regions. And we studied about the Amazon basin, that a region in tropical region. The next we need to study a region in subtropical region. For that we take an example, that is the Ganga Brahmaputra basin in India, that we need to study today from your 65th page number. Okay, listen to the Ganga Brahmaputra basin. The Ganga Brahmaputra basin occupies large parts of subtropical India. Ganga Brahmaputra basin കിടക്കുന്നത് ഇന്ത്യയുടെ വലിയൊരു ഭാഗത്താണ്. ആൻഡ് നിയർലി ദ ഹോൾ ഓഫ് ബംഗ്ലാദേശ്, കുറച്ച് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൗത്തേൺ കൺട്രിയിലുമാണ് കിടക്കുന്നത്, ഈസ്റ്റേൺ കൺട്രിയിൽ. ദ ഗംഗ ബേസിൻ ഫോംസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ ഓഫ് നോർത്തേൺ ഇന്ത്യ. അല്ലേ, ഗംഗാ ബേസിൻ ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്, നോർത്തേൺ ഇന്ത്യയിലെ വലിയ പ്ലെയിൻ ആയിട്ടാണ്. ടുവാർഡ്സ് ദ വെസ്റ്റ് ഇറ്റ് ഇമർജസ് വിത്ത് ഇൻഡസ് ബേസിൻ. വെസ്റ്റിലെ ഇന്ത്യ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ എന്താണ്, ഇൻഡസ് റിവർ ഫോം ചെയ്യുന്ന പ്ലെയിനുമായിട്ട് മേർജ് ചെയ്യുന്നു. വിത്ത് എക്സ്റ്റെൻസ് ഇൻ ടു പാകിസ്ഥാൻ. ആ ഇൻഡസ് ബേസിൻ പാകിസ്ഥാൻ വരെ നീണ്ടു നിൽക്കുന്നു. ദ ബ്രഹ്മപുത്ര ബേസിൻ ലൈസ് ടു ദ ഈസ്റ്റ് ഓഫ് ദ ഗംഗാ ബേസിൻ. ഗംഗാ ബേസിൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ് ബ്രഹ്മപുത്ര ബേസിൻ കിടക്കുന്നത്. ബേസിൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ള അലൂവിയൽസ് അടിഞ്ഞുകൂടി പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഏരിയയാണ് എന്താണ്, ബ്രഹ്മപുത്ര ഫോം ചെയ്ത പ്ലെയിൻ ഏരിയ ആണ് ബ്രഹ്മപുത്ര ബേസിൻ. ഗംഗാ റിവർ കൊണ്ടുവന്ന് നിക്ഷേപിച്ചുണ്ടാക്കിയിട്ടുള്ള പ്ലെയിൻ ഏരിയ ആണ് ഗംഗാ ബേസിൻ. ഇൻഡസ് റിവർ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ള പ്ലെയിൻ ഏരിയ ആണ് ഇൻഡസ് ബേസിൻ. ഇപ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്താണ്. കുറച്ച് ഇന്ത്യയുടെ ഈസ്റ്റേൺ നിയറസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബംഗ്ലാദേശിലും കിടക്കുന്നു. ദ ലാൻഡ് അബൌട്ട് ദ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. ദ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫ്ലഡ് പ്ലെയിൻ. ഏറെക്കുറെ എല്ലാ വർഷവും ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയ ആണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഏരിയ ആണ്. ഫ്ലഡ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ള പ്ലെയിൻ കൊണ്ട് എന്താണ് മെയ്ഡപ്പാണ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. ഏതെല്ലാം റിവേഴ്സ് ആണ് വെള്ളം കൊണ്ടുവരുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ദ ട്രിബ്യൂട്ടറീസ്. ട്രിബ്യൂട്ടറീസ് മീൻസ് ഈ റിവേഴ്സിൽ ജോയിൻ ചെയ്യുന്ന റിവേഴ്സ്. ഹെൻസ് നാച്ചുറൽ ലെവീസ്, മീൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ കോമൺ ലാൻഡ് ഫോംസ് ഓഫ് ദി ബേസിൻ. നാച്ചുറൽ ലെവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളഞ്ഞു പൊളിഞ്ഞ് എന്താണ് ഒഴുകുന്ന റിവേഴ്സ്. മീൻഡേഴ്സ് മീൻസ് നാച്ചുറൽ ലെവീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏരിയ. മീൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളിഞ്ഞ് ഒഴുകുന്ന റിവേഴ്സ്. ആൻഡ് ഓക്സ്ബോ ലേക്സ് എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ ഒരു ഭാഗം കട്ടായിട്ട് പോയാൽ എന്താണ്, കാളയുടെ പുരികം പോലെയുള്ള ഒരു ഷേപ്പിൽ ലേക്സ് ഫോം ചെയ്യും. അപ്പോൾ ഓക്സ്ബോ ലേക്സും ഈ ഗംഗാ ബ്രഹ്മപുത്ര ബേസിനിൽ കോമൺ ആണ്. ദെൻ ദ ഗംഗ വിച്ച് റൈസസ് ഇൻ ഹിമാലയ. ഗംഗാ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഫ്ലോസ് മെയിൻലി ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ്. മെയിനായിട്ടും ഒഴുകുന്നത് ഏതെല്ലാം സ്റ്റേറ്റ്സിലൂടെയാണ് ഇന്ത്യയിലെ? ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ദ ബ്രഹ്മപുത്ര റൈസസ് ഇൻ ടിബറ്റ്. ബ്രഹ്മപുത്ര റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ്. ആൻഡ് ആഫ്റ്റർ എൻറ്ററിങ് ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്തിട്ട് ഫ്ലോ മെയിൻലി ത്രൂ ആസാം. മെയിനായിട്ടും ഇന്ത്യയിലെ ആസാമിലൂടെ ഒഴുകുന്നു. ബോത്ത് റിവേഴ്സ് അൾട്ടിമേറ്റ്ലി ഫ്ലോ ഇൻ ടു ബംഗ്ലാദേശ്. രണ്ട് റിവേഴ്സും പിന്നെ അവസാനം ഒഴുകുന്നത് ബംഗ്ലാദേശിലാണ്. ജോയിൻ ടുഗദർ ആൻഡ് റെയിൻ ഇൻ ടു എ ബേ ഓഫ് ബംഗാൾ. എന്നിട്ട് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഒന്നിച്ചു കൂടിയിട്ട് ബേ ഓഫ് ബംഗാളിൽ പോയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് മൗത്ത് ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ലൈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഓഫ് ദ വേൾഡ്. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, റിവേഴ്സ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച അലൂവിയൽസ് അടിഞ്ഞുകൂടി ഒരു കോൺ ഷേപ്പിലുള്ള ലാൻഡായിട്ട് മാറുന്നു. ഓഷ്യൻ്റെ അരികിൽ അത് കണ്ണെത്താ ദൂരത്തോളമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയും കൊണ്ടുവന്ന് നിക്ഷേപിച്ച അലൂവിയൽസ് കൊണ്ട് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് വേൾഡിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയും ഫോം ചെയ്തിട്ടുള്ള ഡെൽറ്റയാണ്. ഫ്ലഡ് ആർ വെരി കോമൺ ഇൻ ദ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഓഫ് ബേസിൻ എസ്പെഷ്യലി ദോസ് ഓഫ് ബ്രഹ്മപുത്ര പ്ലെയിൻ
ഫ്ലോ ത്രൂ റീജിയൻസ് ഓഫ് വെരി ഹെവി റെയിൻഫാൾ. അതിന് മെയിനായിട്ടുള്ള കാരണം മഞ്ഞുരുകിയിട്ടാണ് റിവേഴ്സ് ഒഴുകി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്ന ഏരിയാസിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏരിയ കൂടിയാണ്. അപ്പോൾ ഈ മഴവെള്ളം കൂടി ആവുമ്പോൾ ഫ്ലോ എന്താണ് ക്യാരി ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ. ഡ്യൂ ടു ദ ജനറൽ സ്ലോപ്പ് ഓഫ് ദ ബേസിൻ ദ റിവേഴ്സ് ഫ്ലോ സ്ലോലി. അധികം ഇറക്കമില്ലാത്തതുകൊണ്ട് ഈ റിവേഴ്സ് സ്ലോ ആയിട്ടാണ് ഒഴുകുന്നത്. ആൻഡ് ഡിപ്പോസിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് സിൽറ്റ് ഓൺ ദെയർ ബെഡ്സ്. ആ റിവറിൻ്റെ അടിത്തട്ടിൽ ഇവ കൊണ്ടുവരുന്ന മണ്ണെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട്. ദിസ് മേക്സ് ദ റിവേഴ്സ് ഷാലോ. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് എന്ത് ചെയ്തു, ആഴം കുറയുന്നു. അപ്പോൾ ആഴം കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ദെൻ ഓഫൺ സ്പിൽ ഓവർ. ആഴം കുറയുമ്പോൾ വെള്ളം അധികം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, കരയിലോട്ട് വെള്ളം കയറും. സിൽറ്റിങ് ഈസ് പെർട്ടിക്കുലർലി ഹെവി ഇൻ ഡെൽറ്റ റീജിയൻ. സിൽറ്റ് നിക്ഷേപിക്കുന്നത്, അതായത് ഈ മണ്ണ് നിക്ഷേപിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഡെൽറ്റ റീജിയൻസിലാണ്. ദീസ് ആർ അബൌട്ട് ദ ലാൻഡ് ഫോം ഓഫ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ദ നെക്സ്റ്റ് climate of Ganga Brahmaputra basin. The Ganga Brahmaputra basin has a moderate climate with hot summers and cool winters. Moderate climate ആണ്, സമ്മറിൽ ഹോട്ടും വിൻ്ററിൽ കൂളാണ്. The region gets most of its rainfall between July and October. ജൂലൈക്കും ഒക്ടോബറിനും ഇടയിലാണ് മെയിനായിട്ടുള്ള മഴ ലഭിക്കുന്നത്. Mainly from the southwest monsoon winds. The Ganga basin receives some cyclonic rainfall in winter. ഗംഗാ ബേസിൽ ചുഴലിക്കാറ്റ് കൊണ്ടുള്ള മഴയും ലഭിക്കുന്നുണ്ട് വിൻ്ററിൽ. The annual rainfall is about 100 centimeter to 200 centimeter in the Ganga plain. It is even higher in the Brahmaputra basin. ഗംഗാ ബേസിൽ 100 centimeter to 200 centimeter ആണ് റെയിൻഫോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര ബേസിൽ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. വിച്ച് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് വെറ്റസ്റ്റ് റീജിയൻ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എന്താണ്, മേഘാലയ അല്ലെ, ഇതെല്ലാം ബ്രഹ്മപുത്ര റിവർ ഒഴുകുന്ന ഏരിയയിലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വെജിറ്റേഷൻ ഓഫ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. മച്ച് ഓഫ് ദ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ദാറ്റ് വൺസ് കവേർഡ് ദ ഗംഗ പ്ലെയിൻ ഹാവ് നൗ ബീൻ റീപ്ലേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ ലാൻഡ്. അല്ലെ, ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ആയിരുന്നു മെയിനായിട്ടും അവിടെ ഉണ്ടായിരുന്നത് ഗംഗ പ്ലെയിനിൽ. ഇപ്പം അതെല്ലാം എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. ടു മീറ്റ് നീഡ്സ് ഓഫ് ഗ്രോയിങ് പോപ്പുലേഷൻ. മാത്രമല്ല പോപ്പുലേഷൻ ഇഷ്ടം പോലെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഗംഗാ ബേസിൻ. അവിടെയുള്ള ആളുകളുടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഫോറസ്റ്റ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദ ബ്രഹ്മപുത്ര പ്ലെയിൻ സ്റ്റിൽ ഹാസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് മിക്സഡ് എവർഗ്രീൻ ഡെസിഡസ് ഫോറസ്റ്റ്. ബ്രഹ്മപുത്ര പ്ലെയിനിൽ ഇപ്പോഴും എന്തുണ്ട്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, എവർഗ്രീനും ഡെസിഡസും മിക്സഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്. ദ ഡെൽറ്റ റീജിയൻ വിച്ച് ഈസ് വാഷ്ഡ് ബൈ ടൈഡ്സ്. അല്ലെ, ഡെൽറ്റ ഉള്ള ഏരിയാസിൽ എപ്പോഴും എന്ത് ചെയ്യും, ടൈഡ്സ് കയറിക്കൊണ്ടിരിക്കും. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം വെള്ളം വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയും, ഹൈ ടൈഡ് അല്ലേ. ടൈഡ്സ് വെള്ളം കയറി വരും, അത് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. ഹാസ് ലാർജ് ഏരിയാസ് ഓഫ് ടൈഡൽ ഫോറസ്റ്റ് ഓർ മാംഗ്രോവ്സ്. അവിടെ ഉള്ളത് എന്താണ്, ടൈഡൽ ഫോറസ്റ്റ് ആണ്. അതായത് കടൽ വെള്ളം കയറുന്ന ഏരിയാസിലുള്ള ഫോറസ്റ്റ് ആണ് ടൈഡൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ മാംഗ്രോവ് ഫോറസ്റ്റ്. അതാണ് എവിടെയുള്ളത്, ഡെൽറ്റൈക് റീജിയനിലുള്ളത്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് സുന്ദർബൻസ്. അപ്പോൾ ഡെൽറ്റ റീജിയൻസിലുള്ള ഫോറസ്റ്റിനെ മാംഗ്രോവ് ട്രീസ് ആണ് ഇഷ്ടംപോലെ ഉള്ളത്. മാംഗ്രോവ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ ഫോറസ്റ്റിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, സുന്ദർബൻസ് ഫോറസ്റ്റ് എന്നുള്ളത്. കാരണം ആഫ്റ്റർ ദ സുന്ദരി ട്രീ വിച്ച് ഗ്രോസ് അബാണ്ടൻ്റ്ലി ഇൻ ദ റീജിയൻ. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ആ ഡെൽറ്റൈക് റീജിയനിൽ വളരുന്നത് സുന്ദരി എന്ന് പറഞ്ഞ ട്രീ ആണ്. അതുകൊണ്ടാണ് സുന്ദർബൻ എന്ന് പറഞ്ഞ പേര് ഈ എന്തിന് കിട്ടിയിട്ടുള്ളത്, ഡെൽറ്റൈക് ഫോറസ്റ്റിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൈൽഡ് ലൈഫ് ഓഫ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ഏതെല്ലാം ആനിമൽസ് ആണ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൽ വളരുന്നത്? വൈൽഡ് അനിമൽസ് ആർ നൗ റെയർ ഇൻ ഗംഗ പ്ലെയിൻ. ഗംഗ പ്ലെയിനിൽ അധികം വൈൽഡ് അനിമൽസ് ഇല്ല, കാരണം അവിടെ എല്ലാം കൃഷിയിടങ്ങളും ആളുകളും ജീവിക്കുകയാണ് അല്ലേ. ദ ബ്രഹ്മപുത്ര പ്ലെയിൻ ഈസ് ഹോം. ബ്രഹ്മപുത്ര പ്ലെയിനിൽ ആരൊക്കെയുണ്ട്? എലഫൻസ്, ലെപ്പേർഡ്സ്, ഡിയർ, ലാംഗേഴ്സ്, വേരിയസ് ടൈപ്സ് ഓഫ് സ്നേക്സ് ആൻഡ് ദ റെയർ വൺ ഹോൺ റൈനോസസ്. ഇത്രയാണ് ബ്രഹ്മപുത്ര പ്ലെയിനിലുള്ള ആനിമൽസ്. സുന്ദർബൻസ് ആർ ഹോം ടു ദ റോയൽ ബംഗാൾ ടൈഗർ. സുന്ദർബൻ ഡെൽറ്റ ഫോറസ്റ്റിൽ അവിടെയുള്ളത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. ആസ് വെൽ ആസ് ക്രൊക്കോഡൈൽ, മാർഷ് ഡിയർ. അല്ലെ, ഡിയർ മീൻസ് മാന് അല്ലെ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയാസിൽ ജീവിക്കുന്ന മാനാണ് മാർഷ് ഡിയർ. അതുമാണ് ഡെൽറ്റൈക് ഫോറസ്റ്റിലുള്ളത്. എമംഗ് ദ ബേർഡ്സ് ഓഫ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ബേർഡ്സോ ഏതെല്ലാം ഉണ്ട്? ബാർബെഡ്സ്, ഫ്ലൈ കാച്ചസ്, വാൽബ്രസ്, മൈനാസ്, ഹെറോയിൻസ് ആൻഡ് കിങ് ഫിഷേഴ്സ്. ഇത്രയും ബേർഡ്സ് ആണ്
എവിടെയുള്ളത്? നമ്മുടെ ഗംഗാ ബ്രഹ്മപുത്ര ബേസിലുള്ളത്. മെനി വെറൈറ്റീസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്രം അക്രോസ് ദ ഹിമാലയ വിസിറ്റ് ദ ബേസിൻ ഇൻ വിന്റർ. ഹിമാലയത്തിൽ നിന്ന് വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന പല ബേർഡ്സും ഇവിടെ ഈ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൽ എത്താറുണ്ട്. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ വൈൽഡ് ലൈഫ് ഓഫ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. ദ നെക്സ്റ്റ് minerals of Ganga Brahmaputra basin. Petroleum and natural gas are found around Digboi in Assam and the Shillot region of Bangladesh. പെട്രോളിയം നാച്ചുറൽ ഗ്യാസും ഇവിടെ ഉണ്ട്. ആസാമിലെ ദിഗ്ബോയിലുണ്ട്, അതുപോലെ ബംഗ്ലാദേശിലെ ഷില്ലറ്റ് എന്ന് പറഞ്ഞ റീജിയനിലുണ്ട്. ദെൻ പീറ്റ് എന്ന് പറയുന്ന ഫോം ഓഫ് കോളിൻ്റെ മറ്റൊരു ഫോമാണ് പീറ്റ് എവിടെയുണ്ട്? സം പാർട്സ് ഓഫ് ഡെൽറ്റ റീജിയൻസിലും കാണപ്പെടുന്നുണ്ട്. ദ നെക്സ്റ്റ് ലൈഫ് ഓഫ് ദി പീപ്പിൾ. എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൽ? ദ പോപ്പുലേഷൻ ഓഫ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ ഈസ് സംവാട്ട് സ്പാസ് അല്ലേ? അതായത് ബ്രഹ്മപുത്ര ബേസിൽ അധികം ആളുകൾ ജീവിക്കുന്നില്ല. എന്നാൽ ഗംഗാ പ്ലെയിൻ ഈസ് എ ഡെൽറ്റ റീജിയൻ ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഗംഗാ പ്ലെയിനിലും ഡെൽറ്റ റീജിയനിലും ഇഷ്ടംപോലെ ആളുകൾ ജീവിക്കുന്ന ഏരിയയാണ്. ഓക്കെ, ബ്രഹ്മപുത്ര പ്ലെയിനിൽ ജീവിക്കാതിരിക്കാൻ കാരണം നമ്മൾക്കറിയാം, അവിടെ എല്ലാ വർഷവും ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയ ആണ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏരിയ ആണ് അല്ലേ? ദെൻ അഗ്രികൾച്ചർ. അതേപോലെ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ ബിക്കോസ് ഓഫ് ദ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ. നമ്മൾക്കറിയാം ഇഷ്ടംപോലെ ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ് ഈ പ്ലെയിനിലുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെർട്ടിലിറ്റി ഉള്ള അലൂവിയൽ സോയിൽ ഉള്ളതുകൊണ്ട് ദ അബാൻഡന്റ് സപ്ലൈ ഓഫ് വാട്ടർ, ഇഷ്ടംപോലെ വെള്ളവും കിട്ടുന്നുണ്ട്. ആൻഡ് ദ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്, അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് അഗ്രികൾച്ചർ ഈസ് ചീഫ് ഒക്കുപ്പേഷൻ ഓഫ് ദ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. കൃഷിയാണ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിലെ ഏറ്റവും നല്ല ആക്ടിവിറ്റി. റൈസ് ഈസ് എ ചീഫ് ഫുഡ് ക്രോപ്പ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ബേസിൻ അല്ലേ? എന്താണ് അരി ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് ക്രോപ്പ് ഇൻ ബേസിൻ. വൈൽ വീറ്റ് ഈസ് ചീഫ് ഫുഡ് ക്രോപ്പ് ഇൻ വെസ്റ്റേൺ സൈഡിൽ വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പൾസസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സച്ച് ആസ് മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പ്ലാന്റെയിൻ ആൻഡ് പപ്പായ ആർ ഓൾസോ ഗ്രോൺ. ജൂട്ട് ആൻഡ് ടീ, ഷുഗർ കെയിൻ ആർ ദ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കച്ചവടത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ജൂട്ട്, ടീ ആൻഡ് ഷുഗർ കെയിൻ. ജൂട്ട് ഈസ് ഗ്രോൺ മെയിൻലി ഇൻ ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് ബീഹാർ. ജൂട്ട് മെയിനായിട്ടും ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലും ബീഹാറിലുമാണ്. ടീ ഗ്രോസ് ബെസ്റ്റ് ഓൺ ദ ഹിൽസ് ബോർഡറിങ് ദ ബ്രഹ്മപുത്ര ബേസിൻ. ടീ മെയിനായിട്ട് വളരുന്നത് ബ്രഹ്മപുത്ര ബേസിൻ്റെ ബോർഡറിലാണ്. ഓക്കെ, എസ്പെഷ്യലി ദോസ് ഓഫ് ആസാം ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഷുഗർ കെയിൻ ഈസ് ഗ്രോൺ മെയിൻലി ഇൻ ദ ഗംഗാ പ്ലെയിൻ. ക്രോപ്സ് നോ ലോങ്ങർ ഡിപ്പെൻഡ് സോൾലി ഓൺ ദ മൺസൂൺ റെയിൻ. മൺസൂണിൽ കിട്ടുന്ന മഴയെ മാത്രമല്ല വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ക്രോപ്സ് ആശ്രയിക്കുന്നത്. ഹാൻഡ് ഡഗ് വെൽസ് അല്ലേ, കൈകൊണ്ട് കുഴിക്കുന്ന കിണറുകളുണ്ട്, ട്യൂബ് വെൽസ് ഉണ്ട്, പമ്പ്സ് ഉണ്ട്, സപ്ലൈ ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേഷൻ. കനാൽസ് ഡ്രോൺ ഫ്രം ദ റിവർ ഓൾസോ സപ്ലൈ വാട്ടർ ഇൻ ടു ദ ഫീൽഡ്. റിവേഴ്സിൽ നിന്ന് കനാൽ കീറിയിട്ടുണ്ട് കൃഷിയിടത്തിലോട്ട്, അതിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ട് ഫോർ അഗ്രികൾച്ചർ. യൂഷ്വലി ദ സെയിം പ്ലോട്ട് പ്രൊഡ്യൂസസ് 2 or 3 ക്രോപ്സ് ആനുവലി. സെയിം പ്ലോട്ട് തന്നെ എന്താണ് 2 or 3 ക്രോപ്സ് വർഷത്തിൽ വളർത്തുന്നുണ്ട് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൽ. ഓക്കെ, ഫിഷിംഗ് ആൻഡ് ഫിഷ് ബ്രീഡിംഗ് ആർ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. മീൻ പിടിച്ച് വിൽക്കുക, അതുപോലെ മീൻ വളർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇവിടെ. as fish are an important item of food, especially in eastern India and Bangladesh. Cattle and buffaloes are raised mainly for milk. They are also used for beasts for burden. ഇവയെ മിൽക്കിന് വേണ്ടിയിട്ടും ഭാരം ചുമക്കുന്നതിന് വേണ്ടിയിട്ടും എന്തിനെല്ലാം ബഫലോസിനെ കാറ്റിൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഷീപ്പ്, ഗോഡ്സ്, പിഗ്സ് ആൻഡ് പോൾട്രി ആർ ഓൾസോ റേസ്ഡ്. അല്ലെ, പോൾട്രി മീൻസ് കോഴി, താറാവ് അങ്ങനെയുള്ള ഐറ്റംസ് അവയും വളർത്തുന്നുണ്ട്. ദ ഫോറസ്റ്റ് ഓഫ് ദ റീജിയൻ ഈൽഡ്. ഈ ഫോറസ്റ്റിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ട്? ടിമ്പർ, തടി കിട്ടുന്നുണ്ട്, ബാമ്പു കിട്ടുന്നുണ്ട്, കെയിന്, ചൂരൽ ആൻഡ് ഹണി, ഇവയെല്ലാം ഇവിടെയുള്ള ഫോറസ്റ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ്, ഇൻഡസ്ട്രി ഓഫ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ. എന്തെല്ലാം എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത്? ദ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ ഹാസ് ന്യൂമറസ് ഇൻഡസ്ട്രീസ്. ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് ഉണ്ട് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ്റെ. കാൺപൂർ ഉത്തർപ്രദേശിലാണ്. ഇസ് നോട്ടഡ് ഫോർ ഇസ് കോട്ടൺ ടെക്സ്റ്റൈൽസ്. അവിടെ കോട്ടൺ ടെക്സ്റ്റൈൽസ് ആണ് ഉണ്ടാക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ, ബീഹാറിലെ ബഗൽപൂരിലും സിൽക്ക് ആണ് ഉണ്ടാക്കുന്നത്.
ബംഗ്ലാദേശിൽ സിൽക്കും കോട്ടണും ഹാൻഡ്ലൂം ക്ലോത്തും ഉണ്ടാക്കുന്നുണ്ട്. ദർ ആർ മെനി ജൂട്ട് മിൽസ് അലോങ് ദ റിവർ ഹ്യൂഗ്ലി. ഹ്യൂഗ്ലി റിവറിന്റെ തീരത്ത് ജൂട്ട് ഉണ്ടാക്കുന്ന എന്തുണ്ട്, മില്ലുകളുണ്ട്. ഓക്കെ, ജൂട്ടിൽ നിന്ന് ഡ്രസ്സ് ഉണ്ടാക്കുന്ന മില്ലുകളുണ്ട്. ഓക്കെ, ഇൻ ആസാം ദർ ആർ ഓയിൽ റെഫൈനറീസ്. ആസാമിൽ എന്ത് പെട്രോളിയത്തിൽ നിന്ന് പല ഫ്യൂവൽസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫാക്ടറീസ് ദാറ്റ് പ്രൊഡ്യൂസ് കെമിക്കൽ ഫ്രം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഫാക്ടറിയിൽ നിന്ന് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട് പെട്രോളിയത്തിൽ നിന്നും, അതുപോലെ എന്തിൽ നിന്ന്, നാച്ചുറൽ ഗ്യാസിൽ നിന്നും. ക്രാഫ്റ്റ്സ് സച്ചാസ് അല്ലെ, കൈകൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ക്രാഫ്റ്റ്സ് ആയിട്ടുള്ള എന്തെല്ലാം ഉണ്ട്, പോട്ട് മേക്കിംഗ് ഉണ്ട്, വിക്കർ വർക്ക്. വിക്കർ എന്ന് പറഞ്ഞാൽ കൊട്ട ഉണ്ടാക്കുന്ന വർക്ക് ഉണ്ട്, മെറ്റൽ വർക്ക് അല്ലെ, പലതരത്തിലുള്ള ഇരുമ്പ് കൊണ്ടും കോപ്പർ കൊണ്ടും സ്വർണം കൊണ്ടും എല്ലാം ഉള്ള വർക്കും അവിടെ ഉണ്ട്. ആർ ഓൾസോ വെൽ ഡെവലപ്ഡ് ഇൻ ദ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ദർ ആർ ഷിപ്പ് യാർഡ്സ് അറ്റ് ഗാർഡൻ റീച്ച്. വെസ്റ്റ് ബംഗാളിൽ ഷിപ്പ് യാർഡ്സ് ഉണ്ട്. ഷിപ്പ് യാർഡ്സ് എന്ന് പറഞ്ഞാൽ കപ്പൽ ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട്. ആൻഡ് ഖുൽന ഇൻ ദ ഡെൽറ്റ റീജിയൻ. ബംഗ്ലാദേശിലെ ഡെൽറ്റ റീജിയനിൽ ഖുല്ല എന്ന് പറയുന്ന പ്ലേസിലും എന്തുണ്ട്, കപ്പൽ ഉണ്ടാക്കുന്ന പ്ലേസ് ഉണ്ട്. ഓക്കെ, ദ റിവേഴ്സ് ആയിട്ടുള്ള ദാമോദർ, ചമ്പൽ, റിഹാൻഡ് പ്രൊവൈഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഈ 3 റിവേഴ്സിൽ നിന്ന് കറണ്ടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദീസ് ആർ അബൌട്ട് ദ ഇൻഡസ്ട്രി ഓഫ് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ട്രാൻസ്പോർട്ട് ആൻഡ് സിറ്റീസ്. ദ ഗംഗ പ്ലെയിൻ ഹാസ് ആൻ എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽവേസ്. ഗംഗാ പ്ലെയിനിൽ എന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോഡ്സും റെയിൽവേസും ഉണ്ട്. കൊൽക്കത്ത ആൻഡ് ഡൽഹി ആർ സെർവ്ഡ് ബൈ മെട്രോ റെയിൽ സർവീസസ്. കൊൽക്കത്തയിലും ഡൽഹിയിലും മെട്രോ റെയിൽ സർവീസസും ഉണ്ട്, ആൻഡ് ഇന്റർനാഷണൽ എയർ സർവീസസും ഉണ്ട്. ദോ ദ ഗംഗ ആൻഡ് മെനി ഓഫ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് സെർവ് ആസ് ഇൻലാൻഡ് വാട്ടർവേസ്. അതുകൊണ്ട് തന്നെ ഗംഗയിലൂടെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിലൂടെയും ഇൻലാൻഡ് വാട്ടർവേ ഉണ്ട്. ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ഏരിയാസിലോട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഷിപ്സും ബോട്ട്സും ഓടുന്നുണ്ട് ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസിലൂടെ. ആൻഡ് ദ ഡ്രോയിങ് ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം ഇറിഗേഷൻ. ഇഷ്ടം പോലെ വെള്ളം ഇറിഗേഷന് വേണ്ടിയിട്ട് റിവേഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് കാരണം ഹാസ് അഫക്റ്റഡ് ദ നാവിഗബിലിറ്റി ഓഫ് സം ഓഫ് ദ റിവേഴ്സ്. ചില റിവേഴ്സിൽ നാവിഗബിലിറ്റി എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥ. കപ്പൽ ഓടിക്കാൻ പറ്റിയിരുന്ന പല റിവേഴ്സും ഇപ്പോൾ കപ്പൽ ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ടുണ്ടെങ്കിലേ കപ്പൽ ഓടിക്കാൻ പറ്റൂ അല്ലേ. കാരണം ഇഷ്ടംപോലെ വെള്ളം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് റിവേഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ വെള്ളം റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാവിഗബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റാതായിട്ടുണ്ട്, കപ്പൽ ഓടിക്കാൻ പറ്റാതായിട്ടുണ്ട്. സിൽറ്റിംഗ് ടു ഹാസ് അഫക്റ്റഡ് ദ നാവിഗബിലിറ്റി ഓഫ് റിവേഴ്സ്. സിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കൊണ്ടുവരുന്ന മണൽ നിക്ഷേപിക്കുക അല്ലെ. ആ സിൽറ്റിങ്ങും എന്ത് ചെയ്ത്, സിൽറ്റിംഗ് കാരണം റിവേഴ്സിന്റെ ആഴം കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്ത് ചെയ്തു, നാവിഗബിലിറ്റി അയ്യെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആഴം കുറഞ്ഞത് കാരണം കപ്പൽ ഓടിക്കാൻ പറ്റാതായിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ ഡെൽറ്റ റീജിയൻ. മെയിനായിട്ടും ഡെൽറ്റ റീജിയനിലാണ് നാവിഗബിലിറ്റിയെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ദ ബ്രഹ്മ പ്ലെയിൻ ആൻഡ് ദ ബംഗ്ലാദേശ് വാട്ടർവേസ് ആർ ദ ചീഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ബ്രഹ്മപുത്ര പ്ലെയിനിലും അതുപോലെ ബംഗ്ലാദേശിലുമാണ് വാട്ടറിലൂടെയുള്ള മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയ. ഓക്കെ, ദർ ആർ മെനി ടൗൺസ് ആൻഡ് സിറ്റീസ് ഇൻ ദ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ഗംഗ ബ്രഹ്മപുത്ര ബേസിൽ ഇഷ്ടംപോലെ ടൗൺസും സിറ്റീസും ഉണ്ട്. ഡൽഹി ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ യമുന. ഡൽഹി കിടക്കുന്നത് യമുന റിവറിന്റെ അരികിലാണ്. is the capital of India. We know that. Agra is the city of Taj Mahal. Taj Mahal കിടക്കുന്ന സിറ്റിയാണ് ആഗ്ര. പാട്ന, ലക്നൗ, മീററ്റ് ആൻഡ് കാൺപൂർ ആർ അതർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്. ഇന്ത്യയിലുള്ള മറ്റ് സിറ്റീസും എല്ലാം ഈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അലഹബാദ്, മധുര ആൻഡ് വാരണാസി ആർ പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ് ഫോർ ദ ഹിന്ദുസ്. ഹിന്ദുസ് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന പ്ലേസ് ആണ് അലഹബാദും മധുരയും വാരണാസിയും എല്ലാം. അതെല്ലാം നമ്മുടെ ഗംഗാ ബ്രഹ്മപുത്ര പ്ലെയിനിലാണ് കിടക്കുന്നത്. കൊൽക്കത്ത, ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ, ഈസ് എ പോർട്ട് ഓൺ ദ റിവർ ഹ്യൂഗ്ലി. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റലാണ് കൊൽക്കത്ത. റിവർ ഹ്യൂഗ്ലി കിടക്കുന്നത്. ഹ്യൂഗ്ലിയിൽ കൊൽക്കത്തയുടെ പോർട്ട് ഉണ്ട്. പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ തുറമുഖം, അതായത് കപ്പലടുപ്പിക്കുന്ന പ്ലേസ്. ഗുവാഹത്തി, ഡിസ്പൂർ ആൻഡ് ദിബ്രുഗാവ് ഇൻ ആസാം ആർ ഇമ്പോർട്ടൻറ്റ് സിറ്റിംഗ് അലോങ് ദ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര റിവറിന്റെ തീരത്തുള്ള മെയിനായിട്ടുള്ള സിറ്റീസ് ആണ് ആസാമിലെ ഗുവാഹത്തി, ഡിസ്പൂർ ആൻഡ് ദിബ്രുഗാവ്. ധാക്ക ഈസ് എ ക്യാപിറ്റൽ ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാണ് ധാക്ക. Okay, most rivers in the Ganga plain are heavily polluted with chemical fertilizers and pesticides used in agriculture.
അഗ്രികൾച്ചറിൽ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലേ, എന്താണ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എന്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ട്, ടൗണിൽ നിന്ന് വാങ്ങുന്ന ഫെർട്ടിലൈസറാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. മാത്രമല്ല കീടങ്ങൾ കടിക്കാതിരിക്കുന്ന വേണ്ടി എന്താണ് കീടനാശിനി അടിക്കുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും എല്ലാം എളുപ്പം തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ റിവേഴ്സിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് റിവേഴ്സ് ഇൻ ഗംഗ പ്ലെയിൻ ആർ ഹെവിലി പൊല്യൂട്ടഡ്. അങ്ങനെ റിവർ വാട്ടർ എല്ലാം മലിനപ്പെട്ടിട്ടുണ്ട്, പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. Then domestic sewage from towns and industrial waste from factories. കെമിക്കൽ ഫെർട്ടിലൈസറും അതുപോലെ പെസ്റ്റിസൈഡ്സും കൊണ്ട് മാത്രമല്ല ഡൊമസ്റ്റിക് സീവേജ് വീട്ടിലുള്ള വേസ്റ്റും റിവറിലോട്ടാണ് തള്ളുന്നത്. ആൻഡ് ടൗൺസിലും ഇൻഡസ്ട്രിയൽ ഫാക്ടറീസിലെയും ഇൻഡസ്ട്രിയിലുള്ള വേർഡ്സും റിവേഴ്സിലോട്ടാണ് തള്ളുന്നത്. ഇതെല്ലാം കാരണം നമ്മുടെ റിവർ വാട്ടർ ഹെവിലി പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു സേവ് ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഫോർ ഫർദർ പൊല്യൂഷൻ. വീണ്ടും പൊല്യൂഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. ഓക്കെ, ആൻഡ് റെഡ്യൂസ് ദ ലെവൽ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ദീസ് റിവേഴ്സ്. ഈ റിവേഴ്സിലെ പൊല്യൂട്ടൻസ് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. സോ വി സ്റ്റഡീഡ് 2 regions from this chapter, tropical region and subtropical region. For tropical region we studied about the Amazon basin, and for the subtropical region we studied Ganga Brahmaputra basin. Then we completed this chapter, and if you have any doubt in there you may ask to me. Okay, we need to discuss the question answers. All should mark these question answers into your textbook and write into your notebook. Okay, all of you listen to me. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം നമുക്ക്. പെട്ടെന്ന് തന്നെ എല്ലാവരും ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്, വിച്ച് ഹൈലാൻഡ്സ് മാർക്ക് ദ നോർത്തേൺ ആൻഡ് സൗത്തേൺ ലിമിറ്റ്സ് ഓഫ് ആമസോൺ ബേസിൻ? നിങ്ങളുടെ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് 63 പേജ് നമ്പർ ദ ലാൻഡ് എന്നുള്ള ഹെഡിങ്. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ്, ദ ആമസോൺ ബേസിൻ ഈസ് ബൗണ്ടഡ് ബൈ ദ ഗോയിന ഹൈലാൻഡ്സ് ഇൻ ദ നോർത്ത് ആൻഡ് ദ ബ്രസീലിയൻ ഹൈലാൻഡ്സ് ഇൻ ദ സൗത്ത്. അതാണ് A1ൻ്റെ ആൻസർ. ദെൻ A2, വെർ ഇസ് ദ സോഴ്സ് ഓഫ് ദ റിവർ ആമസോൺ? അതും 63 പേജ് നമ്പർ. നമ്മളിപ്പോൾ A1 മാർക്ക് ചെയ്തതിൻ്റെ നെക്സ്റ്റ് സെൻറ്റൻസ്, ദ ആമസോൺ വിച്ച് റൈസസ് ഇൻ ദ ആൻഡസ് മൗണ്ടെയിൻ അറ്റ് ദ വെസ്റ്റ് ഓഫ് ദ ബേസിൻ. Then A3, give a few example of animals found in Amazon basin. നിങ്ങളുടെ 64 പേജ് നമ്പറിൽ വൈൽഡ് ലൈഫ് എന്നുള്ള ഹെഡിങ്ങിൽ സെക്കൻഡ് ലൈൻ, ട്രീ ഡ്വെല്ലിംഗ് സ്ലോത്ത്, വേരിയസ് ടൈപ്സ് ഓഫ് മങ്കീസ്, ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ടാപ്പിസ്. ആ 3 എഴുതുക. അതാണ് A3യുടെ ആൻസർ. Then A4, why is it difficult to construct roads and railways in the Amazon basin? അത് നിങ്ങളുടെ 65ൽ ട്രാൻസ്പോർട്ട് ആൻഡ് സിറ്റീസ്. First sentence, it is difficult to construct roads and railways in the Amazon basin because of the dense vegetation and the damp swampy ground. അതാണ് A4 ൻ്റെ ആൻസർ. Then A5, name a few landforms that are common in the Ganga Brahmaputra basin. അത് നിങ്ങളുടെ 66ൽ ദ ലാൻഡ് എന്നുള്ള ഹെഡിങ്ങിൽ ആ 4 ലൈനിൽ ഈ ഞാനീ പറയുന്ന സെൻറ്റൻസ് വേർഡ്സ് മാർക്ക് ചെയ്യുക. സെക്കൻഡ് ലൈനിൽ ഫ്ലഡ് പ്ലെയിൻ, തേർഡ് ലൈനിൽ നാച്ചുറൽ ലെവീസ്, ഫോർത്ത് ലൈനിൽ മീൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്. അതാണ് A5ൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. Then A4, during which one does the Ganga Brahmaputra basin get most of its rainfall? Name the wind that causes this rain. അത് നിങ്ങളുടെ 66ൽ ക്ലൈമറ്റ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ സെക്കൻഡ് ലൈൻ. The region get most of its rainfall between July and October, mainly from the southwest monsoon winds. അതാണ് A6ൻ്റെ ആൻസർ. Then A7, name 2 agricultural activities other than crop cultivation practiced in the Ganga Brahmaputra basin. അതും നിങ്ങളുടെ 66ൽ ലാസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈൻ, ജൂട്ട്, ടീ ആൻഡ് ഷുഗർ കെയിൻ. അത്രയും എഴുതുക. A7ൻ്റെ ആൻസർ. Then A8, name 2 important cities of Ganga plain. അത് നിങ്ങളുടെ തിങ്സ് ടു റിമെമ്പറിൽ ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ
സെക്കൻഡ് ലൈനിൻ്റെ ലാസ്റ്റ് ഉണ്ട് ഡൽഹി, പാട്ന, ലക്നൗ, കാൺപൂർ, വാരണാസി, അലഹബാദ്, കൊൽക്കത്ത, ഗുവാഹത്തി, ദിബ്രുഗ ആൻഡ് ധാക്ക. അതിൽ ഏതെങ്കിലും ഒരു 3 എഴുതാം കേട്ടോ. A8ൻ്റെ ആൻസർ. ദെൻ B1, where is Amazon basin situated? തിങ്സ് ടു റിമെമ്പറിലെ ആമസോൺ ബേസിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ദ ആമസോൺ ബേസിൻ കവേഴ്സ് എ ലാർജ് പാർട്ട് ഓഫ് ട്രോപ്പിക്കൽ സൗത്ത് അമേരിക്ക, ചീഫ്ലി നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബ്രസീൽ. ദെൻ B2, നെയിം 2 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ആമസോൺ ബേസിൻ. അതും തിങ്സ് ടു റിമെമ്പറിലെ ആമസോൺ ബേസിലെ ലാസ്റ്റ് പോയിന്റിൽ സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് കാണുന്നുണ്ട് ബേലം, മനുവാസ് ആൻഡ് ഇക്വറ്റോസ്. അത്രയാണ് B2ൻ്റെ ആൻസർ. ദെൻ B3, why has the original forest cover of Ganga plain been almost completely removed? 66ൽ വെജിറ്റേഷൻ എന്നുള്ള ഹെഡിങ്ങിൻ്റെ ഫസ്റ്റ് ലൈൻ, ഫോറസ്റ്റ് ദാറ്റ് വൺസ് കവേർഡ് ദ ഗംഗ പ്ലെയിൻ ഹാവ് നൗ ബീൻ റീപ്ലേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ ലാൻഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഗ്രോയിങ് പോപ്പുലേഷൻ. അത്രയാണ് B3യുടെ ആൻസർ. ദെൻ B4, നെയിം സം ഓഫ് ദ ക്രാഫ്റ്റ്സ് ഓഫ് ദ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. അത് നിങ്ങളുടെ 67th പേജ് നമ്പറിൽ ഇൻഡസ്ട്രി എന്നുള്ള ഹെഡിങ് 1 2 3 4 5 6 7 8 9th ലൈനിൽ ക്രാഫ്റ്റ്സ് സച്ച് ആസ് പോട്ട് മേക്കിംഗ്, വിക്കർ വർക്ക് ആൻഡ് മെറ്റൽ വർക്കിംഗ്. അതാണ് B4ൻ്റെ ആൻസർ. ദെൻ B5, നെയിം 2 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. അതും 67th പേജ് നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്സ് റിമെമ്പർ അല്ലേ 68ലെ A8 മാർക്ക് ചെയ്തില്ലേ നിങ്ങൾ? അതായത് തിങ്സ് റിമെമ്പറിലെ ലാസ്റ്റ് പോയിന്റിൽ ലാസ്റ്റ് ലൈനിലുണ്ട് അവസാനത്തെ 3 സിറ്റീസ്, ഗുവാഹത്തി, ദിബ്രുഗാഹ് ആൻഡ് ധാക്ക. ആ 3 സിറ്റീസാണ് ഏതിൻ്റെ സിറ്റീസ്? ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ സിറ്റീസ്. അപ്പോൾ അത് B5ൻ്റെ ആൻസർ ആയിട്ട് ആ 3 സിറ്റീസ് എഴുതാം. ഓക്കെ. ദെൻ സി പാർട്ട്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ക്ലൈമറ്റ് ഓഫ് ദ ആമസോൺ ബേസിൻ. അത് നിങ്ങളുടെ തിങ്സ് ടു റിമെമ്പറിലെ സെക്കൻഡ് പോയിന്റ്. ദ ബേസിൻ ഹാസ് എ വാം വെറ്റ് ക്ലൈമറ്റ്. ദ ഹൈ ഹ്യൂമിഡിറ്റി മേക്സ് ദ വെദർ സ്റ്റിക്കി ആൻഡ് അൺകംഫർട്ടബിൾ. അതാണ് C1ൻ്റെ ആൻസർ. ദെൻ C2, വാട്ട് യൂസ്ഫുൾ തിങ്സ് ഡു ദ ആമസോൺ ഫോറസ്റ്റ് ഈൽഡ്. അതും തിങ്സ് ടു റിമെമ്പറിൽ നിങ്ങളിപ്പോൾ മാർക്ക് ചെയ്തതിൻ്റെ നെക്സ്റ്റ് പോയിന്റ്. ബേസിൻ ഹാസ് ഡെൻസ് കവർ ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നില്ലേ? അത് വേണ്ട, അടുത്ത സെൻറ്റൻസ്. ദ ഫോറസ്റ്റ് ഈൽഡ് ടിമ്പർ, പാം, വാക്സ്, മെഡിസിനൽ സബ്സ്റ്റാൻസസ്, റെസിൻ, സെല്ലുലോസ്, ഓയിൽസ്, ഗംസ്, ഫൈബേഴ്സ് എക്സെട്ര. അത്രയാണ് C2ൻ്റെ ആൻസർ. ദെൻ C3, വൈ ആർ ദ സോയിൽ ഓഫ് ആമസോൺ ബേസിൻ മോസ്റ്റ്ലി ഇൻഫെർട്ടൈൽ. അത് നിങ്ങളുടെ 64th പേജ് നമ്പർ. ലൈഫ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള മെയിൻ ഹെഡിങ്ങിൻ്റെ താഴെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ള സൈഡ് ഹെഡിങ് ഉണ്ട് അല്ലേ? അതിലാണ് ആ പാരഗ്രാഫ്. ദ സോയിൽ ഓഫ് ദ ആമസോൺ ബേസിൻ ഈസ് നോട്ട് ഫെർട്ടൈൽ ആസ് എ കണ്ടിന്യൂസ് സ്വീപ്പിംഗ് ഓഫ് റെയിൻ വാട്ടർ ത്രൂ ദ സോയിൽ വാഷസ് ഡൗൺ ദ ന്യൂട്രിയൻസ് ടു ദ ലോവർ ലെയർ. അത്രയാണ് C3യുടെ ആൻസർ. ദെൻ C4, ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ദ ട്രൈബൽ ലിവിങ് ഇൻ ദ ആമസോൺ ബേസിൻ. അതും 64ൽ നിങ്ങളിപ്പോൾ C3 മാർക്ക് ചെയ്തില്ലേ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അതിന് താഴെയുള്ള പാരഗ്രാഫ്. ദ അമേരിക്കൻ ഇന്ത്യൻസ് പ്രാക്ടീസിങ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ആ ഒരു പാരഗ്രാഫ്, ആ 5 ലൈന്, അതാണ് C4ൻ്റെ ആൻസർ. ദെൻ C5, വൈ ഡു ദ റിവേഴ്സ് ഓഫ് ദ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ ഫ്ലഡ് ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അവിടെ നിങ്ങളുടെ 66ൽ ദ ലാൻഡ് എന്നുള്ള ഹെഡിങ്ങിൽ 3rd പാരഗ്രാഫ്, അതിൽ സെക്കൻഡ് ലൈൻ, മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഓഫ് ദ ബേസിൻ എസ്പെഷ്യലി those of the Brahmaputra plain flow through regions of very heavy rainfall and carry huge amount of water. Due to the gentle slope of the basin, the rivers flow slowly and deposit large amount of silt on their beds. This makes the river shallow and they often spill over. അത്രയാണ് C5ൻ്റെ ആൻസർ. Then C6, what are the Sundarbans? Why are they so cold? അതും 66ൽ വെജിറ്റേഷൻ എന്നുള്ള ഹെഡിങ്ങിൽ അല്ല ആ പാരഗ്രാഫിൽ ലാസ്റ്റ് നിന്ന് 4th ലൈന്, ദ ഡെൽറ്റ റീജിയൻ വിച്ച് ഈസ് വാഷ്ഡ് ബൈ ടൈഡ്സ് ഹാസ് ലാർജ് ഏരിയാസ് ഓഫ് ടൈഡൽ ഫോറസ്റ്റ് ഓർ മാംഗ്രോവ്സ്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് ദ സുന്ദർബൻസ്.
after the Sundari tree which grows abundantly in the region. അത്രയാണ് C6ന്റെ ആൻസർ. Then D part, what ill effects could the destruction of Amazon forest produce? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആമസോൺ ഫോറസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇൽ എഫക്ട്സ് എന്താണ്? അത് നിങ്ങളുടെ 64 പേജ് നമ്പർ ലാസ്റ്റ് പാരഗ്രാഫിൽ തേർഡ് ലൈൻ, ദ ഫോറസ്റ്റ് ആസ് യു നോ സപ്പോർട്ട് huge variety of life. The cleaning of the forest could cause the extinction of various types of plant and animals unique to these forests. The forests also absorb a huge amount of carbon dioxide. So if these forests are destroyed, the level of carbon dioxide in the atmosphere will increase considerably, and the greenhouse effect produced as a result will well affect the climate of the whole world. അത്രയും മാർക്ക് ചെയ്യുക. അതാണ് D1ൻ്റെ ആൻസർ. ഇനി D2 നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. D3 നോക്കാം. Why is agriculture of the chief economic activity in the Ganga Brahmaputra basin? Mention some of the crops grown in this region. അത് 66 പേജ് നമ്പർ ലാസ്റ്റ് പാരഗ്രാഫ്, അഗ്രികൾച്ചർ എന്നുള്ള സൈഡിൽ ലാസ്റ്റ് പാരഗ്രാഫ്. Because of the fertile alluvial soil, the abundant supply of water, moderate climate, agriculture is the chief occupation of the Ganga Brahmaputra basin. Rice is the chief food crop in the eastern part of the basin, while wheat is the chief food crop in the west. Pulses, vegetables and fruits such as mango, jackfruit, plantain and papaya are also grown. Jute, tea and sugarcane are the important commercial crops. അത്രയാണ് D3യുടെ ആൻസർ. ഇനി fill in the blanks നോക്കുക. The dash region in the Amazon basin has rich reserves of iron ore. ആൻസർ സെറാഡോസ് കരാജാസ് എന്നാണ്. അത് ടെക്സ്റ്റിൽ നോക്കിയിട്ട് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ആമസോൺ റീജിയനിലെ ഏറ്റവും അയൺ ഓറുള്ള ഏരിയ സെറാഡോസ് കരാജാസ്. ടെക്സ്റ്റ് സെക്കൻഡ്, പീപ്പിൾ ഓഫ് മിക്സർ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഇന്ത്യൻ ആൻസെസ്ട്രി ആർ കോൾഡ് മെസ്റ്റിസോസ്, സ്പെല്ലിംഗ് MESTIZOS. Then 3, dash is a chief crop of Amazon basin. Manioc or cassava, MANIOC or CASSAVA. Then 4, the dash highway runs from Atlantic port of Recife to the border of Peru. Transmazonian, spelling TRANSAMAZONIAN, Transmazonian. Then 5, the Ganga flows mainly through the states of Uttar Pradesh, Bihar, West Bengal. Then 6, the Bay of Bengal is to the Ganga, the Ganga and Brahmaputra. What the dash is to the Amazon? Atlantic. Okay, Atlantic ആണ് 6th answer. Then 7, petroleum and natural gas are found Digboi, DIGBOI in Assam and the Shillett region of Bangladesh, spelling SYLHET, Shillett. Then 8, dash in Uttar Pradesh is noted for its cotton textiles. Answer Kanpur, KANPUR. 9, Delhi is on the bank of the river. Answer Yamuna. Then true or false? Lands are common in the Amazon forest. False ആണ്. In the Amazon basin, petroleum is found mainly in the Cerradas Carajás region. False ആണ്, അവിടെയല്ല, വേറെ പ്ലേസിലാണ് കേട്ടോ. Then 3, some of the tribals in Amazon basin practice shifting cultivation. True ആണ്. 4 true ആണ്. 5 true ആണ്. 6 true ആണ്. 7 false ആണ്. 8 true ആണ്. 9 false ആണ്. ചൂസ് എ കറക്റ്റ് ഓപ്ഷനിൽ 1ൻ്റെ ആൻസർ C ആണ്, 350 cm. 2ൻ്റെ ആൻസർ B ആണ്, ബാറ്റ്. 3യുടെ ആൻസർ 1 ആണ്, അമേരിക്കൻ ഇന്ത്യൻസ്. 4ൻ്റെ ആൻസർ D ആണ്, വാട്ടർവേസ്. ദെൻ 5ൻ്റെ ആൻസർ C ആണ്, ആമസോൺ. ദെൻ 6ൻ്റെ ആൻസർ B ആണ്, ബ്രഹ്മപുത്ര പ്ലെയിൻ. 7ൻ്റെ ആൻസർ B ആണ്, ഓൺ ദ ഹിൽസ് ബോർഡറിങ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. 8ൻ്റെ ആൻസർ B ആണ്, മധുര. 9ൻ്റെ ആൻസർ A ആണ്, ധാക്ക. ഇതിന് എന്താ എയും A for ആമസോൺ ആൻഡ് G for ഗംഗാപുത്ര ബേസിൻ. ഓരോന്നിൻ്റെയും ഏത് ബേസിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലഡ്സ് എവരി ഇയർ.
അത് രണ്ടിടത്തും ഉണ്ട്, എയിലുണ്ട്, ആമസോണിലുണ്ട്, ഗംഗയിലുണ്ട്. അപ്പോൾ AG എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. ദെൻ ലാർജസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ദ വേൾഡ്, അത് A ആണ്, ആമസോൺ. ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്, അത് G ആണ്, ഗംഗ. പോപ്പുലേഷൻ ഈസ് വെരി ഡെൻസ്, അത് G ആണ്. ഹാസ് പെട്രോളിയം ഡെപ്പോസിറ്റ്സ്, അത് എയിലും ജിയിലും ഉണ്ട്, അപ്പോൾ AG എന്ന് എഴുതുക. കോഫി ഈസ് കൊമേഴ്ഷ്യലി ഗ്രോൺ, അത് എയിലാണ്. ടീസ് ഗ്രോൺ, അത് ജിയിലാണ്. ക്ലിയർ ചേഞ്ച് ഓഫ് സീസൺസ്, അതും ജിയിലാണ്. ഹോം ഓഫ് ക്രൊക്കഡൈൽസ്, അത് എയിലും ജിയിലും ഉണ്ട്. ദെൻ ഹോം ഓഫ് പിരാന ആൻഡ് അനാക്കോണ്ട, A ആണ്. ഇത്രയാണ് ആ ചാപ്റ്ററിൻ്റെ എക്സസൈസ്. നിങ്ങളോട് കാര്യം ചെയ്യാം, ഇത്രയും ടെക്സ്റ്റിൽ എഴുതി വെക്കുക. A പാർട്ടും B പാർട്ടും നോട്ടിൽ എഴുതിയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും സബ്മിറ്റ് ചെയ്യാം. എല്ലാവരും സബ്മിറ്റ് ചെയ്തിരിക്കണം, ഞാൻ മാർക്ക് ചെയ്യും. ആരെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള മീറ്റിങ്ങിന് ഞാൻ ക്യാച്ച് ചെയ്യും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചോളാം. ഓക്കെ, ഇനി ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ വിളിച്ചിട്ടോ ചോദിക്കാം. Then we can see with our next chapter in the next day. Okay, thank you.